ആർ എസിൻ്റെ ദേശീയ സെക്രട്ടറി ദത്താത്രേയ ഹോസ്പിറ്റലിൽ ഇദ്ദേഹം പോയി കാണുന്നത്. പോയി കാണുന്നത് വളരെ വൈകിയാണ് ആ വിവരങ്ങൾ വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാലോ, ജയകുമാർ എന്ന് പറയുന്ന വിജ്ഞാനഭാരതിയുടെ ആർ എസ് എസിൻ്റെ ഒരു പ്രമുഖൻ്റെ കൂടെയാണ്, അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. ഈ ആർ എസ് എസ് പ്രമുഖൻ ആരാണ്? തിരുവനന്തപുരത്ത് എല്ലാ കാലത്തും BJP കോൺഗ്രസ് അലയൻസിന് വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്ന കൈമനം പ്രഭാകരൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ DCC സെക്രട്ടറിയുടെ സഹോദരനാണ് ഈ ജയകുമാർ. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കാണണം. ഇതിൻ്റെ അകത്തുള്ള ഇതിൻ്റെ അന്തർധാര, ഇതിൻ്റെ ഗ്രീൻ റൂമിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും കൂടിയും കാണണം. ഞാൻ പറയുന്ന ഒറ്റ കാര്യം മാത്രമാണ് നിഷാദേ, CPM-നെയും ഇടതുപക്ഷ മുന്നണി സർക്കാരിനെയും ഇവിടെ RSSൻ്റെ അജണ്ടയിൽ പ്രവർത്തിക്കുന്നവരാണ്, RS-മായി അഡ്ജസ്റ്റ് ചെയ്യുന്നവരാണ്. അവരുടെ കാലത്തൊരു DGP ഒരു RSS ദേശീയ സെക്രട്ടറിയെ കണ്ടു എന്ന ഒറ്റ കാരണം പറഞ്ഞ് നിങ്ങൾക്ക് CPM-നെയും ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയും RSSൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന പാർട്ടിയും ഗവൺമെൻറ്റുമാണ് എന്ന് വരുത്തി തീർക്കാൻ പറ്റില്ല. അതിനെ ഞങ്ങൾ ശക്തമായി എതിർക്കും. അതേസമയത്ത് നിയമപരമായി ഇടതുപക്ഷത്തിൽ ഞാൻ ചോദിക്കുന്നത് ഇതിനുള്ള കാരണങ്ങളെക്കുറിച്ചും ഇതിനെക്കുറിച്ചുള്ള പ്രതലത്തെക്കുറിച്ചുമാണ്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് RSSകാരെ കാണുന്ന ആഫീസറെ വേണ്ട, നമുക്ക് പറ്റില്ല എന്നാണ്. അങ്ങനെ ഒരു വളരെ സ്ഫുടമായ വാചകം CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിക്കില്ല. ഈ ADGP-യെ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഡൽഹിയിൽ MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് കാണുമ്പോൾ ഇങ്ങനെ പറഞ്ഞല്ലോ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ചോദിക്കും, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ ചെയ്യുന്നത്. അതായത് CPIM-ൻ്റെ രാഷ്ട്രീയ നിലപാട് എന്താണ് RSSകാരെ ആഫീസർ കാണുന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിച്ചു. കഴിഞ്ഞ ദിവസം മിണ്ടിയില്ല അദ്ദേഹം. CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ചോദിക്കുന്നു, അദ്ദേഹം മിണ്ടുന്നില്ല. അപ്പുറത്ത് വേറെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറ്റാത്ത കാര്യമാണത് എന്ന് തെളിച്ചു പറയുന്നുണ്ട്. അതൊന്ന്. മറ്റ് നടപടിയില്ല. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്മേൽ നടപടിയില്ല. അതിനുശേഷം വന്നിട്ടുള്ള വെളിപ്പെടുത്തൽ, എൻക്വയറീസ്, ഇൻവെസ്റ്റിഗേഷൻസ് ഒന്നുമില്ല. നിങ്ങളിങ്ങനെ പരമാവധി അമാന്തിക്കുകയാണ്. രാഷ്ട്രീയം പറയാനെങ്കിലും നടപടി പോട്ടെ. അപ്പോൾ പിന്നെ ആളുകൾ ആരോപണം ഉന്നയിക്കുന്നതിൽ മാത്രം അവരെ പഴിച്ചിട്ട് എന്താണ് കാര്യം? നിഷാദേ, ഇത്തരം വിഷയങ്ങൾ CPM ഒരു തർക്കമാക്കി മാറ്റുന്ന രീതിയിൽ മാധ്യമങ്ങളുടെ വലിയ രീതിയിലുള്ള ലീഡിങ് ക്വസ്റ്റ്യൻസിനെ തീർച്ചയായിട്ടും CPM പ്രതിരോധിക്കും. അതിന് ഞങ്ങൾ വീണ് കൊടുക്കില്ല. ഇപ്പോൾ ബിനോയ് വിശ്വവും വീണ് കൊടുത്തില്ലോ, അദ്ദേഹം നിന്ന് വന്നില്ലോ നിങ്ങൾക്ക്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ CPI ഉന്നയിച്ച ആവശ്യത്തെ മുഖ്യമന്ത്രിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മുഖ്യ കക്ഷിയായ CPM-ഓ ഏതെങ്കിലും രീതിയിൽ ആ ആവശ്യത്തെ നിരാകരിച്ചോ, ആ ആവശ്യത്തോട് ഏതെങ്കിലും രീതിയിലുള്ള അവഗണനാപരമായത് പരിഗണനീയമായ ഒരു അഭിപ്രായമല്ല എന്ന നിലപാട് സ്വീകരിച്ചോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? CPIക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വന്നു. ഒരു പ്രശ്നം ഉയർന്നു വന്നു കഴിഞ്ഞാൽ അതിലേക്ക് എത്തിയ ഒരുപാട് ഘടകങ്ങളുണ്ടാകാം. അങ്ങനെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ CPIയുടെ ഈ ആവശ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമായിട്ട് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമായിട്ട് തന്നെയാണ് CPM-ഉം കണ്ടത്. ആ അർത്ഥത്തിൽ തന്നെയാണ് ഗോവിന്ദൻ മാഷ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. പിന്നീട് നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ ഇത് CPIയും തമ്മിലുള്ളൊരു തർക്കാക്കിയിട്ട് ഇടതുപക്ഷ മുന്നണിക്കകത്തെ ഒരു അഭിപ്രായ വ്യത്യാസമാക്കി മാറ്റാനുള്ള ചില നീക്കങ്ങൾ നടത്തിയപ്പോൾ അതിനോട് വളരെ അടഞ്ഞ ഒരു സമീപനം CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഡൽഹിയിൽ എടുത്തിട്ടുണ്ട്. അത് ശരിയാണ്. അത് മാധ്യമങ്ങളുടെ ഒരു വലയിൽ വീഴാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാധാരണഗതിയിലുള്ള യോഗങ്ങളും അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ജനാധിപത്യ പ്രക്രിയയിലും CPI ഉന്നയിച്ച ആവശ്യത്തെ അത് പാടില്ലാത്ത അനാവശ്യമായ ഒരു വിവാദമുണ്ടാക്കുന്ന ആവശ്യമാണ് എന്ന രീതിയിൽ ഒരു നിലപാടെടുത്തിട്ടില്ല. ഒരു ആവർത്തിച്ച് മാധ്യമങ്ങളോട് പറയേണ്ടി വരികയും ചെയ്യുകയാണ്. CPI ഒരു ആവശ്യം ഉന്നയിക്കലല്ല, നിങ്ങൾക്ക് പൊതുവായ ഒരൊറ്റ നിലപാട് ഉണ്ടായി വരികയും അതിന്മേൽ നടപടി ഉണ്ടാവുകയും ചെയ്യുക എന്നതാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നാം പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഒരു പാർട്ടി മാത്രം കൂടുതൽ ലൗഡാവുന്നു ഒരു വിഷയത്തിൽ, നിങ്ങൾ നിശബ്ദതയുടെ ആത്മീയത്തിലേക്ക് മടങ്ങുന്നു. ഈ വൈരുദ്ധ്യം നോട്ട് ചെയ്യപ്പെടും. നിങ്ങൾ തമ്മിൽ തർക്കമുണ്ടോ, നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, ഒരേ വിഷയത്തിലെ പൊസിഷൻ്റെ കാര്യത്തിലെ വൈരുദ്ധ്യം ശ്രദ്ധിക്കപ്പെടുന്നതാണ് കേട്ടി. അത് ആ നിലയ്ക്ക് വാർത്തയാക്കപ്പെടുകയും ചെയ്യും. സ്വാഭാവികമല്ലേ? അല്ല, വൈരുദ്ധ്യങ്ങൾ ശ്രദ്ധിക്കപ്പെടും. പക്ഷേ ആ വൈരുദ്ധ്യങ്ങൾ രൂപപ്പെട്ടു വരുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ വിഷയങ്ങൾ മുന്നണിയിലെ ഘടകകക്ഷികൾ എന്ന നിലക്ക് സമവായത്തോടുകൂടി എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ CPM-നും CPIക്കും RSSൻ്റെ മേധാവിയെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഒരു പോലീസ് മേധാവി പോയി കാണുന്നതിനോട് ഒരർത്ഥത്തിലും യോജിപ്പില്ല.